പുതിയൊരു ലൈവ് സെഷനിലേക്ക് സ്വാഗതം. സോ നമ്മൾ മീറ്റർ റീഡർ എക്സാമുമായി ബന്ധപ്പെട്ടാണ് നമ്മളുടെ ഇന്നത്തെ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഓരോ മൊഡ്യൂളുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഇന്നത്തെ സെഷൻ ഒന്നാമത്തെ മൊഡ്യൂളാണ്. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ടും സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ സേഫ്റ്റി റിലേറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ 5 മാർക്കാണ് നമ്മളുടെ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. വെയിറ്റേജ് എന്ന് പറയുന്നത് 5 മാർക്കാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മളുടെ മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഇദ്ദേഹത്തിൽ ഇമ്പോർട്ടൻസ് ഓഫ് സേഫ്റ്റി ആൻഡ് ജനറൽ പ്രിക്കോഷൻ റിക്വയർഡ് ഫോർ ദ ട്രേഡ്. അപ്പൊ അത്തരത്തിൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അവിടെ ജനറൽ പ്രിക്കോഷൻ എങ്ങനെയാണ്, ജനറൽ പ്രിക്കോഷൻ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത് ഈ ഒരു പർട്ടിക്കുലർ ട്രേഡുമായി ബന്ധപ്പെട്ട്. അപ്പൊ ട്രേഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഇത്തരത്തിൽ പ്ലംബർ ട്രേഡ് ആണ് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ പ്ലംബർ ട്രേഡ് ആണ്. പ്ലംബർ ട്രേഡുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റി ആറ്റിറ്റ്യൂഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ട്രെയിനി ബൈ എഡ്യൂക്കേറ്റിംഗ് ദം ടു യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അല്ലെ, PPEs. അപ്പൊ അത്തരത്തിൽ PPEസുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ ആ ഒരു ട്രേഡിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹസാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ട്രേഡുമായി ബന്ധപ്പെട്ട് പ്ലംബർ ട്രേഡുമായി ബന്ധപ്പെട്ട് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും അവർ ആ ഒരു പർട്ടിക്കുലർ മോഡ്യൂൾസിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ 5 ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ എക്സാമിന് ഈ 5 ചോദ്യങ്ങളും കൃത്യമായിട്ട് തന്നെ നമ്മൾക്ക് ഉത്തരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു തരത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വേണം മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഓരോ സെഷനുകളിലും ഓരോ മോഡ്യൂളുകൾ നമ്മൾ അതായത് മുന്നേ തന്നെ പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ആ പറയുന്ന മോഡ്യൂളുകൾ കൃത്യമായിട്ടുള്ള ടോപ്പിക് വൈസ് സെഷൻസുകൾ അല്ലെങ്കിൽ വീഡിയോ സെഷൻസുകൾ നമ്മളുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ MCQs നമുക്ക് ചെയ്യാൻ സാഹചര്യമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ടെസ്റ്റ് സീരീസുകൾ അവിടെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. അതിനുശേഷം നമ്മളുടെ ഈ പറഞ്ഞ ലൈവ് സെഷനിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് അവിടെ മനസ്സിലാക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളുള്ള ടോപ്പിക്കുകൾ അത് മുന്നേ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മൾ ആ ഒരു സെഷനിലോട് കൂടി തന്നെ ആ ഒരു മൊഡ്യൂൾ പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലാണ് നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നാമത്തെ മൊഡ്യൂളിലേക്ക് നമുക്ക് പോകാം. ഒരിക്കൽ കൂടി നമ്മളുടെ മീറ്റർ റീഡർ എക്സാം കോഴ്സുമായി ബന്ധപ്പെട്ട് ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, സോ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. സേഫ്റ്റി ഇൻ എ വർക്ക്ഷോപ്പ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ്. അതായത് ഒരു വർക്ക്ഷോപ്പിലെ സേഫ്റ്റി ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എത്ര കാറ്റഗറി ആയിട്ടാണ്? പ്രധാനമായിട്ടും നമ്മളുടെ വർക്ക്ഷോപ്പിലെ സേഫ്റ്റി ഏത് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഓക്കെ, ഇവിടെ 2 കാറ്റഗറി, ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് 3 കാറ്റഗറി, ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് 5 കാറ്റഗറി, ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് 8 കാറ്റഗറി. അപ്പൊ ഇവിടെ ഏതാണ് നമ്മുടെ ഉത്തരം? അപ്പൊ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഉത്തരം നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ എന്നോ ബിന്നോ സിന്നോ ഡിന്നോ നിങ്ങൾക്ക് ഉത്തരം ഏതാണോ ശരിയാണെന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് അവിടെ ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, കഴിവതും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ഇവിടെ തെറ്റിയാലും കുഴപ്പമില്ല. കാര്യം നമ്മളുടെ എക്സാമിന് ഇതേ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമുക്ക് അന്നേരം ഓർമ്മ വരണം ഇത്തരത്തിൽ വർക്ക്ഷോപ്പിൽ നമ്മളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എത്ര കാറ്റഗറീസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യം സേഫ്റ്റി ഇൻ എ വർക്ക്ഷോപ്പ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ഇവിടെ അരുൺ പ്രസാദ് പറഞ്ഞിരിക്കുന്നത് 5 കാറ്റഗറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും 5 കാറ്റഗറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്തരത്തിൽ എല്ലാവർക്കും 5 കാറ്റഗറി തന്നെയാണോ തോന്നുന്നത് അല്ലെ? മെജിൻ ജേക്കബ് പറഞ്ഞിരിക്കുന്ന 5 കാറ്റഗറിയാണ്. ഓക്കെ, സേഫ്റ്റി ഇൻ വർക്ക്ഷോപ്പ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 3 എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സേഫ്റ്റി ഇൻ വർക്ക്ഷോപ്പില് നമ്മളൊരു വർക്ക്ഷോപ്പ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വർക്ക്ഷോപ്പിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സേഫ്റ്റി ആണുള്ളത്. പ്രധാനമായിട്ടും ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ജനറലി 3 ആയിട്ടാണ്. ഒന്ന് ജനറൽ സേഫ്റ്റി അല്ലെ, ഇത്തരത്തിൽ ജനറൽ സേഫ്റ്റി ഉണ്ട്. 2 പേഴ്സണൽ സേഫ്റ്റി, 3 മെഷീൻ സേഫ്റ്റി. അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ, വലിയ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ജനറൽ സേഫ്റ്റി എന്നും പേഴ്സണൽ സേഫ്റ്റി എന്നും
മെഷീൻ സേഫ്റ്റി എന്നുമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ എടുക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സേഫ്റ്റി ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മളുടെ സിലബസ് പ്രകാരം സേഫ്റ്റി ഒരു വർക്ക്ഷോപ്പിൽ എത്രയായിട്ട് കാറ്റഗറി ചെയ്തിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട് എന്നുള്ളതും ജനറലും പേഴ്സണലും മെഷീനുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റിയാണ് 3 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 കാറ്റഗറി ഉണ്ട്. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എത്ര കാറ്റഗറിയാണ് ഉള്ളത്? 3 കാറ്റഗറിയാണ് വർക്ക്ഷോപ്പിൽ ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ 5 കാറ്റഗറി പറഞ്ഞവർക്ക് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ നമുക്കത് തെറ്റൂല. ഇത്തരത്തിൽ 3 കാറ്റഗറി ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതിനകത്ത് യാതൊരു സംശയമില്ല. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അപ്പൊ 3 കാറ്റഗറി ആണ്, 3 തരത്തിലുള്ള സേഫ്റ്റി ആണ്: ജനറൽ, പേഴ്സണൽ, മെഷീൻ. അല്ലെ? ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇവിടെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ദ പ്രൈമറി പർപ്പസ് ഓഫ് എ ലൈൻ യാർഡ് ഇൻ സേഫ്റ്റി എക്യുപ്മെന്റ്. അപ്പൊ ഇവിടെ ഏത് സേഫ്റ്റി എക്യുപ്മെന്റ് എന്നൊന്നും പറയുന്നില്ല. ഇപ്പൊ ലൈൻ യാർഡ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് അല്ലെങ്കിൽ ഒരു പാർട്ട്, ആ പാർട്ടിന്റെ പ്രൈമറി ആയിട്ടുള്ള പർപ്പസ് എന്താണ്? അല്ലെ? അതിന്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യകത അല്ലെങ്കിൽ പർപ്പസ് എന്താണ്? അതിന്റെ ഉപയോഗം എന്താണ്? അല്ലെ? ലൈൻ യാർഡ് എന്ന് പറയുന്ന ആ ഒരു കമ്പോണന്റ് അല്ലെങ്കിൽ പാർട്ടിന്റെ പ്രൈമറി ആയിട്ടുള്ള പർപ്പസ് എന്താണ് ഈ പറയുന്ന സേഫ്റ്റി എക്യുപ്മെന്റിൽ? ഓക്കെ, ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ടു സെക്യൂർ ടൂൾസ് ഡ്യൂറിങ് വർക്ക്. അല്ലെ? ഈ പറഞ്ഞ വർക്ക് ചെയ്യുന്ന സമയത്ത് ടൂള് കൃത്യമായിട്ട് നമുക്ക് സെക്യൂർ ആയിട്ട് വെക്കുന്നതിനായിട്ട് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് ഓപ്ഷൻ ബി ടു കണക്ട് എ ഹാർനസ് ടു എ ആങ്കറേജ് പോയിന്റ്. അല്ലെ? നമുക്കറിയാം ഹാർനസ് ഉണ്ട്. അപ്പൊ ഹാർനസ് ഒരു ഫിക്സഡ് പോയിന്റുമായിട്ട് അല്ലെങ്കിൽ ആങ്കറേജ് പോയിന്റുമായിട്ട് കണക്ട് ചെയ്യാനാണ് ഇത്തരത്തിൽ നിന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഓപ്ഷൻ സി ടു മെഷർ ദ ഹൈറ്റ് ഓഫ് വർക്കർ. വർക്കറിന്റെ ഒക്കെ ഹൈറ്റ് അളക്കാനായിട്ട് എന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. ഓപ്ഷൻ ഡി ടു സപ്പോർട്ട് സ്കഫോൾഡിംഗ് സ്ട്രക്ചർ. അപ്പോൾ സ്കഫോൾഡിംഗ് സ്ട്രക്ചറുകൾ ഉണ്ടല്ലോ, നമ്മൾ ഇത്തരത്തിൽ എന്താണ് നമുക്ക് കയറി നിൽക്കാനായിട്ടൊക്കെ ഇത്തരത്തിൽ സ്കഫോൾഡിങ്ങുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ പെയിന്റുകാരൊക്കെ ഇത്തരത്തിൽ സ്കഫോൾഡിങ് നിരത്തിയിട്ട് അതിന് മുകളിൽ ഒരു പ്ലേറ്റ് ഒക്കെ ബെഞ്ചൊക്കെ ഇട്ടിട്ടായിരിക്കും കയറി നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള സ്കഫോൾഡിങ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. അപ്പൊ ഏതായിരിക്കും ഈ ലൈൻ യാർഡ് എന്ന് പറയുന്ന പാർട്ട് സേഫ്റ്റി എക്യുപ്മെന്റിനകത്ത് അതിന്റെ ഉപയോഗം എന്തായിരിക്കും? ഒന്ന് നിങ്ങൾ ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഉത്തരം എന്താണ്? യെസ്, പറഞ്ഞോളൂ. എ ബി സി ഡി. ഓക്കെ, ഓപ്ഷൻ ഓക്കെ. ശ്രീനേഷ് എ പറഞ്ഞു, അരുൺ പ്രസാദ് ബി പറഞ്ഞു. യെസ് 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 യെസ്. അപ്പൊ എല്ലാവർക്കും ഉത്തരങ്ങൾ പറയാം. എല്ലാവരുടെയും ഉത്തരങ്ങൾ പറയുക. നമ്മളുടെ മനസ്സിൽ വരുന്ന ഉത്തരം പറഞ്ഞോളൂ. അപ്പൊ ഇങ്ങനൊരു സംഗതി ഉണ്ട്, അത് എന്തുമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദിവ്യ ഉണ്ടല്ലേ? ദിവ്യ രാധാകൃഷ്ണൻ ഉണ്ട്. ഓക്കെ, അനൂപുണ്ട്. എല്ലാവരും ഉത്തരങ്ങൾ പറയുന്നുണ്ട്. സന്തോഷം. അപ്പൊ ഇവിടെ ഉത്തരം എന്താണ്? കറക്റ്റ് ഉത്തരം എന്താണ്? യെസ്, ഓപ്ഷൻ ബി തന്നെയാണ്. അമൽ കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി. അപ്പൊ ഹാർനസ് എന്ന് പറയുന്ന അല്ലെ? ഹാർനസ്. അപ്പൊ ഞാനൊരു ചിത്രം കാണിക്കാം, നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പൊ ഈ ഒരു സംഗതി നമ്മളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് നോക്കി. ഇത്തരത്തിലുള്ള ഹാർനസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത്തരത്തിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നമ്മൾ എന്താണ് ഇപ്പൊ നമുക്ക് ഓക്വേർഡ് അല്ലെങ്കിൽ ഉയരത്തിലൊക്കെ നിന്ന് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഹാർനസ് ഉപയോഗിക്കാറുണ്ട് അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ ഹാർനസിൽ തന്നെ നമ്മൾക്കൊരു ഫിക്സ്ഡ് ആയിട്ട്, അതായത് താഴെ വീണ് കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ താഴേക്ക് പോകരുതല്ലോ. അപ്പൊ അതൊരു ഫിക്സഡ് പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കത് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ആങ്കറേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ഫിക്സഡ് പോയിന്റിലേക്ക് ആങ്കറേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ആങ്കറേജ് ചെയ്യാനായിട്ട് ഹാർനസിൽ നിന്നും കണക്ട് ചെയ്യുന്ന ഒരു റോപ്പ് പോലെയുള്ള സാധനം കണ്ടുന്നുണ്ടല്ലോ എല്ലാവരും. സോ അതാണ് ബേസിക്കലി ലാൻയാർഡ് എന്ന് പറയുന്നത്. ലാൻയാർഡ്. അപ്പോൾ ഇത്തരത്തിൽ ഹാർനസിൽ ഇപ്പൊ നിങ്ങളുടെ ഉത്തരത്തിലേക്ക് നോക്കി, ടു കണക്ട് എ ഹാർനസും നമ്മളുടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ആങ്കറേജ് പോയിന്റ്, ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, അവിടെ ഇങ്ങനെ ഇത് കൊളുത്തിയിടും അല്ലെ? അത് ക്ലിപ്പ് ചെയ്തിടും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മൾ വീഴുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിലത്തേക്ക് അല്ലെങ്കിൽ താഴേക്ക് പോകില്ല. ആ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ലോക്ക് ചെയ്ത് നിൽക്കാൻ പറ്റും അല്ലെ? യെസ്. അപ്പൊ അതാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ലാൻയാർഡ് എന്ന് പറയുന്ന പാർട്ട് ഇത്തരത്തിൽ സേഫ്റ്റി എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് എവിടെയാണ് വരുന്നത്? ഇത്തരത്തിൽ ഹാർനസുമായി ബന്ധപ്പെട്ടാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ടു കണക്ട് ഹാർനസ് ടു എ ആങ്കറേജ് പോയിന്റ്. ഓക്കെ, അത് ക്ലിയർ ആണോ? സംഗതി എന്താന്ന് മനസ്സിലായോ? ഇത്തരത്തിൽ ഹാർനസ് എന്താന്ന് മനസ്സിലായോ? അപ്പൊ ഒരു സേഫ്റ്റി എക്യുപ്മെന്റ് അല്ലേ ഹാർനസ് എന്ന് പറയുന്ന ഒരു PPE അല്ലേ? ദാറ്റ് ഈസ് പേഴ്സണൽ
പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലേ നമ്മളെ ഹാർനസ് എന്ന് പറയുന്നത്. ഈ ഹാർനസുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാർട്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് അല്ലേ ലാൻയാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ലാൻയാർഡ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റിലേക്ക് നമ്മളെ സഹായിക്കുന്നത് അല്ലെ, അത് കൊളുത്തിയിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് ക്ലിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലെ. ഓക്കെ, വാട്ട് ഈസ് ദ മാക്സിമം അലൗഡ് മാസ് ഓഫ് എ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഹെൽമെറ്റ് വിത്തൗട്ട് അറ്റാച്ച്മെന്റ്? മറ്റ് യാതൊരു തരത്തിലുള്ള അറ്റാച്ച്മെന്റുകൾ ഒന്നും തന്നെ ഇല്ലാതെ ഒരു സേഫ്റ്റി ഹെൽമെറ്റിന്റെ മാക്സിമം അലൗഡ് ആയിട്ടുള്ള വെയിറ്റ് എത്രയാണ്? സിമ്പിൾ ചോദ്യം. നമ്മൾ യൂസ് ചെയ്യുന്ന സേഫ്റ്റി ഹെൽമെറ്റിന് സ്റ്റാൻഡേർഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന പരമാവധി വെയിറ്റ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, പരമാവധി വെയിറ്റ്. അപ്പൊ പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റുകൾ ഒന്നും ഇല്ല. ശ്രദ്ധിക്കുക, അഡീഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റുകൾ ഒന്നും ഇല്ല. ജസ്റ്റ് നമ്മളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് സ്റ്റാൻഡേർഡ് പ്രകാരം അല്ലെ, ഇത്തരത്തിൽ സ്റ്റാൻഡേർഡ് കോഡ് ഉണ്ട്, IS കോഡ് പ്രകാരം മാക്സിമം എത്ര ഗ്രാം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. യെസ് യെസ് യെസ്. അപ്പൊ ഇവിടെ പല ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഓപ്ഷൻ ബി 350 വരുന്നുണ്ട്, ഓപ്ഷൻ ഡി 450 വരുന്നുണ്ട്, ഓപ്ഷൻ സി അരുൺ പ്രസാദ് 400 ഗ്രാം പറയുന്നുണ്ട്. യെസ്, ഈ റൈറ്റ് ആൻസറിലേക്ക് നമുക്ക് വരാം. കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മളുടെ സ്റ്റാൻഡേർഡ് കോഡ് പ്രകാരം 400 ഗ്രാം ആണെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹെൽമെറ്റ് അല്ലെ, നമ്മൾ സേഫ്റ്റി ഹെൽമെറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്കറിയാം അത്തരത്തിലുള്ള ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹെൽമെറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഹെൽമെറ്റുകൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ഹെൽമെറ്റിന്റെ ആ ഒരു വെയിറ്റ് എത്രയാണ്? ദാറ്റ് ഈസ് നോട്ട് വെയിങ് മോർ ദാൻ 400 ഗ്രാം, മാക്സിമം 400 ഗ്രാം. ശ്രദ്ധിക്കാം, വിത്തൗട്ട് എനി അറ്റാച്ച്മെന്റ്സ് അല്ലെ, മറ്റ് യാതൊരുവിധ അറ്റാച്ച്മെന്റ്, ഫോർ എക്സാമ്പിൾ ലൈറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്യാറുണ്ട് അല്ലെ അതിനോടൊപ്പം തന്നെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് വിത്തൗട്ട് എനി എക്സ്ട്രാ അറ്റാച്ച്മെന്റ് എന്ന് എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 400 ഗ്രാം എന്ന് ഓർത്തിരിക്കുക. സ്റ്റാൻഡേർഡ് ആണ്, ഓർത്തിരിക്കുക, വിട്ടുകളയരുത്. യെസ്, ഇത്തരത്തിൽ നമുക്ക് ഇപ്പൊ 400 ഗ്രാമിന് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള 35 ഗ്രാമിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ 35ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇത്തരത്തിൽ 400 കഴിഞ്ഞാൽ ഇത്തരത്തിൽ നോക്കി, അപ്പോൾ 420 അല്ലെങ്കിൽ 455, 490 അല്ലെങ്കിൽ 25, 525 അങ്ങനെയുള്ള 35 ഗ്രാമിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ യെസ്. അപ്പൊ അവിടെ ഈ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു വെയിറ്റ് 400 ഗ്രാം എന്നുള്ളത് ഓർത്തിരുന്നാൽ മതിയാകും. ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഹെൽമെറ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മറ്റൊരു ചോദ്യം. ഇൻ എ സേഫ്റ്റി ഹെൽമെറ്റ് വാട്ട് ഈസ് ദ പീക്ക്? ഒരു സേഫ്റ്റി ഹെൽമെറ്റിന് കുറെ പാർട്സുകൾ ഉണ്ടാവുമല്ലോ, കുറെ ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ കയ്യിലേക്ക് ഒരു ഹെൽമെറ്റ് കിട്ടി അല്ലെ, നമ്മൾ വർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് അറിയാം ഇൻഡസ്ട്രിയിലൊക്കെ പോകുന്ന സമയത്ത് സേഫ്റ്റി ഹെൽമെറ്റ് മസ്റ്റ് ആണ്, സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സേഫ്റ്റി ഹെൽമെറ്റ് നമ്മുടെ കയ്യിലേക്ക് വന്നു. അപ്പൊ അവിടെ എന്താണ് ഈ പീക്ക് എന്ന് പറയുന്ന പോർഷൻ? ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് യൂസ്ഡ് ടു സെക്യൂർ ദ ഹെൽമെറ്റ്. ഓപ്ഷൻ എ പറഞ്ഞത് എന്താണ്? സ്ട്രാപ്പ് യൂസ്ഡ് ടു സെക്യൂർ ദ ഹെൽമെറ്റ്, അതായത് കൃത്യമായിട്ട് സെക്യൂർ ആയിട്ട് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രാപ്പ് ആണെന്നാണ് പറയുന്നത്. യെസ്. ഓപ്ഷൻ ബി പറയുന്നത് ഇത് ഇന്നർ കുഷനിങ് പാഡ്, ഉള്ളിലുള്ള ഒരു കുഷനിങ് പാഡ്. ഓപ്ഷൻ സി പറയുന്നത് എക്സ്റ്റൻഷൻ ഓഫ് ദ ഷെൽ എബോവ് ദ ഐ, നമ്മളുടെ കണ്ണിന് മുകളിലായിട്ട് ഒരു ഷെയ്ഡ് കിട്ടുന്ന രീതിയിൽ. നമ്മൾ അറിയാലോ, നമുക്ക് ക്യാപ്പ് വെക്കുന്ന സമയത്ത് മുന്നോട്ട് ഒരു എക്സ്ട്രാ ഒരു പോർഷൻ എക്സ്റ്റൻഷൻ ഉണ്ടാവാറുണ്ടല്ലോ. ഓക്കെ, വെയിലടിക്കാതിരിക്കാനൊക്കെ നമ്മൾ കണ്ണിനൊരു മറവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഓപ്ഷൻ ഡി പറയുന്നത് ദ റെയർ അഡ്ജസ്റ്റ്മെന്റ് നോബ്, പുറകിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നോബ് ഉണ്ട്. അപ്പൊ അതാണെന്നാണ് പറയുന്നത്. യെസ്. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? യെസ്, ഉത്തരം ഓപ്ഷൻ സി ആണ്. ദ എക്സ്റ്റൻഷൻ ഓഫ് ദ ഷെൽ എബോവ് ദ ഐസ്, മുകളിൽ കണ്ണിന് മുകളിലായിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ആണ്. ഇത്തരത്തിൽ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരം. യെസ്. അപ്പൊ ഈ ഒരു ചിത്രത്തിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ഹെൽമെറ്റ് എന്ന് പറയുന്നത്. ഹെൽമെറ്റിന്റെ പാർട്സുകളൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും അല്ലെ. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ, നമ്മളുടെ ആ ഒരു പീക്ക് എന്ന് പറയുന്ന പോർഷൻ എന്താണ്? നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു പോർഷൻ ആണ് പീക്ക് എന്ന് പറയുന്നത്. സ്വെറ്റ് ബാൻഡ് ഉണ്ട് അല്ലെ, വിയർപ്പ് സ്വെറ്റ് ബാൻഡ് ഇവിടെ വരുന്നുണ്ട്. ഹെഡ് ബാൻഡ് ഉണ്ട്. ബ്രിം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു എഡ്ജ് പോയിന്റ് ആണ് ബ്രിം എന്ന് പറയുന്നത്, ബ്രിം അല്ലെ. അതുപോലെ തന്നെ നേപ്പ് സ്ട്രാപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഷെൽ എന്ന് പറഞ്ഞാൽ ഔട്ടറായിട്ട് കാണുന്നതാണ് ഷെൽ എന്ന് പറയുന്നത്. ഉള്ളില് നമുക്ക് എന്താണ്, നമുക്ക് അവിടെ ക്രാഡിൽ എന്ന് പറയുന്ന പോർഷൻ കാണാൻ സാധിക്കും അല്ലെ, ക്രാഡിൽ എന്ന് പറയുന്ന പോർഷൻ കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ നമ്മളുടെ, അതുപോലെ തന്നെ വൈ ടൈപ്പ് ചിൻ സ്ട്രാപ്പ്, വൈ ഷേപ്പിലുള്ള ഒരു ചിൻ സ്ട്രാപ്പ് നമുക്ക് ഇങ്ങനെ വൈ ഷേപ്പിൽ കാണപ്പെടുന്നുണ്ടാകും.
സോ അത്തരത്തിലുള്ള സ്ട്രാപ്പ് ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു ഹെൽമെറ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ വെയിറ്റ് 400 ഗ്രാം ആണ്. അതുപോലെ തന്നെ അതിന്റെ ബേസിക് ആയിട്ടുള്ള പാർട്സുകൾ ഏതൊക്കെയാണെന്നുള്ള ഐഡിയ നമുക്ക് വേണം. ഓക്കെ ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ചോദ്യം ഇതാണ്. ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ ട്രേഡിന് ചോദിച്ചൊരു ചോദ്യമാണ്. The ideal motto of every industrial organization should be. ഐഡിയൽ ആയിട്ടുള്ള ഒരു മോട്ടോ ഉണ്ടാവുമല്ലോ അല്ലെ? ആ മോട്ടോ എവരി ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ, ഏതൊരു ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനും ഈ പറയുന്ന സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മോട്ടോ ഉണ്ടാവും അല്ലെ? സോ ആ ഒരു മോട്ടോ എന്താണ്? യെസ്, സംശയമൊന്നുമില്ല, എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഉത്തരം കൃത്യമായിട്ട് അറിയാം. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് സെൽഫ് സേഫ്റ്റി ആൻഡ് സേഫ്റ്റി ഓഫ് വർക്ക്. ഓപ്ഷൻ ബി സേഫ്റ്റി ഫസ്റ്റ് ആൻഡ് സേഫ്റ്റി ത്രൂ ഔട്ട്. ഓപ്ഷൻ സി safety of tools and safety of machines. Option D safety first and self safety എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ നമുക്ക് സംശയമൊന്നുമില്ല, ഏതൊരു അല്ലെങ്കിൽ എല്ലാ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനിലും ആ ഒരു സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള മോട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫ്റ്റി ഫസ്റ്റ് ആൻഡ് സേഫ്റ്റി ത്രൂ ഔട്ട് അല്ലെ? ത്രൂ ഔട്ട് അല്ലെ? അത് ത്രൂ ഔട്ട് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യണം. തുടക്കത്തിലെ അല്ലെങ്കിൽ ആദ്യത്തെ പ്രിഫറൻസ് എന്ത് തന്നെയാണ്? ഫസ്റ്റ് ആയിട്ടുള്ളത് സേഫ്റ്റി തന്നെയാണ്. യെസ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വേണ്ടുന്നത് സേഫ്റ്റി തന്നെയാണ്. സേഫ്റ്റി ഫസ്റ്റ് ആൻഡ് സേഫ്റ്റി ത്രൂ ഔട്ട്. സേഫ്റ്റി ഇൻ ഓൾ സ്റ്റേജസ് ഓഫ് വർക്ക് അല്ലെ? എല്ലാ സ്റ്റേജസിലും സേഫ്റ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് സേഫ്റ്റി ത്രൂ ഔട്ട് ദ ഹോൾ പ്രോസസ്. എല്ലാ പ്രോസസ്സിലും ആ ഒരു പർട്ടിക്കുലർ വർക്കിന്റെ എ ടു സെഡ് വരെ അല്ലെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെയും നമ്മൾ എന്താണ് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ സേഫ്റ്റി ഫസ്റ്റ് ആൻഡ് സേഫ്റ്റി ത്രൂ ഔട്ട് മീൻസ് സേഫ്റ്റി ഈസ് ഫോളോഡ് ബിഫോർ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ വർക്ക്. അത്തരത്തിൽ അത് മുന്നോടിയായിട്ടും അതുപോലെ തന്നെ ചെയ്യുന്ന സമയത്തും ശേഷവും നമ്മൾ കൃത്യമായിട്ട് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കവറിങ് പീപ്പിൾ, മെഷീൻ, ടൂൾസ് ആൻഡ് എൻറ്റയർ വർക്ക് പ്ലേസ് അല്ലെ? ഇത്തരത്തിൽ ആ ഒരു ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ വർക്കേഴ്സ് ആയിക്കോട്ടെ, മെഷീൻസ് ആയിക്കോട്ടെ, ടൂൾസ് ആയിക്കോട്ടെ, എൻറ്റയർ വർക്ക് പ്ലേസ് ആയിക്കോട്ടെ, നമ്മളവിടെ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. പ്ലംബറിന് തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, വാട്ട് ഈസ് യൂസ്ഡ് ടു പ്രിവെന്റ് ഇഞ്ചുറീസ് ടു ദ ചെസ്റ്റ്, സ്റ്റൊമക് ഓർ ഫ്രണ്ടൽ പോർഷൻ ഓഫ് അവർ ബോഡി ഫ്രം ഹീറ്റിംഗ്, ഫയറിംഗ് എക്സെട്ര? നമ്മളുടെ ചെസ്റ്റ്, സ്റ്റൊമക്ക്, വയറ് അല്ലെങ്കിൽ മുൻഭാഗങ്ങൾ, നമ്മളുടെ ബോഡിയുടെ മുൻഭാഗങ്ങൾ കൃത്യമായിട്ട് ചൂടിൽ നിന്നും അല്ലെങ്കിൽ ഫയറിൽ നിന്നും ഒക്കെ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ചൂടിൽ നിന്നും ഫയറിംഗിൽ നിന്നും ഒക്കെ നമ്മളെ പ്രിവെന്റ് ചെയ്യുന്ന തരത്തിൽ അല്ലെ? അതിനെ തടുക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന PPE, ദാറ്റ് ഈസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഏതാണ്? യെസ്, ഓപ്ഷൻ എ ഓർത്തിരിക്കുന്നത് ഏപ്രോൺസ്. ഓപ്ഷൻ ബി സീറ്റ് ബെൽറ്റ്. ഓപ്ഷൻ സി ഷീൽഡ്. ഓപ്ഷൻ ഡി ഗ്ലൗ. സംശയമൊന്നും വേണ്ട അല്ലെ? മനുഷ്യ കറക്റ്റ് ആണ്, സംശയമൊന്നും ഇല്ല. നമുക്കറിയാം ചെസ്റ്റ്, സ്റ്റൊമക്ക്, ഫ്രണ്ടൽ പോർഷൻ ഒക്കെ കവർ ചെയ്യുന്ന തരത്തിൽ ഏപ്രോൺസ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ഏപ്രോൺസ്. യെസ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. ഏപ്രോൺസ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഏപ്രോൺസ് കാണാത്തവരായിട്ട് ആരുമില്ലല്ലോ. സോ ഇതാണ് നമ്മളുടെ ഏപ്രോൺ എന്ന് പറയുന്നത്. ഏപ്രോൺ അല്ലെ? ഇത്തരത്തിൽ നമ്മളുടെ ഫ്രണ്ട് പോർഷൻ, നമ്മുടെ ചെസ്റ്റ്, സ്റ്റൊമക്ക്, അങ്ങനെയുള്ള ബോഡിയുടെ മുൻഭാഗം കൃത്യമായിട്ട് കവർ ചെയ്തുകൊണ്ട് ഹീറ്റിൽ നിന്നും, ചൂടിൽ നിന്നും, അതുപോലെ തന്നെ ഫയറിൽ നിന്നും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ് ബേസിക്കലി എന്ത്? ഏപ്രോൺ എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ല അല്ലെ? ഇത്തരത്തിൽ നോക്കിയ പിന്നെ ക്യാപ്പ് വിത്ത് സ്ലീവ്സ് അല്ലെങ്കിൽ ഹാൻഡ് ഗ്ലൗസ്, ലെഗ് ഗാർഡുകൾ ഒക്കെ ഇവിടെ ഈ ചിത്രത്തിൽ നമുക്ക് മറ്റ് എന്താണ് PPEs ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? ഫൈൻ, ഓക്കെ, ഓർത്തിരുന്നാൽ മതിയാകും. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. മറ്റൊരു ചോദ്യം നോക്കിയേ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഇൻക്ലൂഡ്സ് hazard elimination system, automation system, devices or clothing to protect worker. Option D production tool. ഏതായിരിക്കും ഉത്തരം വരിക? ഒരു PPE എന്ന് പറയുന്നത് എന്താണ് സംഗതി? നമ്മളിപ്പോ ഇവിടെ കണ്ടു അല്ലെ? സംശയമൊന്നുമില്ല. അപ്പൊ PPEയുമായി ബന്ധപ്പെട്ട് ഇനി ഇപ്പോൾ ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഉത്തരം പറയണം. നമുക്ക് എന്താണെന്നൊരു ഐഡിയ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. PPE അല്ലെ? പേഴ്സണൽ ആയിട്ടുള്ള പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പേഴ്സണെ പ്രൊട്ടക്ട് ചെയ്യുന്ന എക്യുപ്മെന്റ്, ഒരു വർക്കറിനെ
പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ബേസിക്കലി PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. മിക്കപ്പോഴും ഇത്തരത്തിൽ അതിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് പറയാം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അപ്പൊ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാ? ഹസാർഡ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? അല്ല. ഓട്ടോമേഷന് വേണ്ടിയിട്ടാണോ? ഓട്ടോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടാണോ? അല്ല. മെഷീൻ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ? അല്ല. ഡിവൈസസ് അല്ലെങ്കിൽ ക്ലോത്തിങ് ടു പ്രൊട്ടക്ട് വർക്കറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് അല്ലെങ്കിൽ ക്ലോത്തിങ് ആണ് ബേസിക്കലി എന്ത്? PPE എന്ന് പറയുന്നത് അല്ലെ? യെസ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. എല്ലാവർക്കും കറക്റ്റ് ആണ്. ഓക്കെ, ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം നോട്ടെ, പ്ലംബറിന് ചോദിച്ചൊരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ചോദ്യം അല്ലെ? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് PPE? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഈ 5 ചോദ്യങ്ങൾ ഈ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറയാൻ കഴിയണം. 5 ചോദ്യവും നമുക്ക് കിട്ടണം, 5 മാർക്ക് നമുക്ക് കിട്ടണം. 1 മാർക്ക് പോലും വിട്ട് കളയരുത്. സംശയമൊന്നുമില്ല. ഓപ്ഷൻ ഡി പ്രോപ്പർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണോ? ശ്രദ്ധിക്കൂ. അപ്പൊ അത്തരത്തിൽ നോക്കിയേ, ഇവിടെ നമുക്ക് PPE എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ് യെസ് യെസ്, PPE എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് തന്നെയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. സംശയമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ്, ദ ഫുൾ ഫോം ഓഫ് PPE എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. യെസ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ. അപ്പൊ പ്ലംബറിന് ചോദിച്ചിട്ടുള്ള 5 ചോദ്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എന്തൊക്കെയാണ് ഒരു നിലവാരമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അവോയ്ഡിങ് ആക്സിഡന്റ് ഇൻ വർക്ക് പ്ലേസ്? നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആക്സിഡന്റ് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ എടുക്കേണ്ട ആദ്യത്തെ ചുവടുവെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? യെസ്, ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ബൈ വിയറിംഗ് സേഫ്റ്റി എക്യുപ്മെന്റ്. നമ്മൾ സേഫ്റ്റി എക്യുപ്മെന്റ് ധരിക്കണം. ഓപ്ഷൻ ബി ഡൂയിങ് തിങ്സ് ഇൻ ഓൺ വേ, അല്ലെ? വൺസ് ഓൺ വേ, അല്ലെ? നമ്മളുടെ താല്പര്യം, നമ്മൾക്ക് തോന്നുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ കാര്യങ്ങൾ ചെയ്യണം. ബൈ ഒബ്സർവിങ് സേഫ്റ്റി പ്രിക്കോഷൻസ്, സേഫ്റ്റി പ്രിക്കോഷൻസ് കൃത്യമായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്യുക. ഓപ്ഷൻ ഡി ഡൂയിങ് തിങ്സ് വിത്ത് ഹൈലി സ്കിൽഡ് വർക്കിംഗ് പ്രാക്ടീസ്, വളരെ സ്കില്ലായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. യെസ്, ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത്, ഒരു വർക്ക് പ്ലേസിൽ ആക്സിഡന്റ് ഒഴിവാക്കുന്നതിനായി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത് നമുക്കറിയാം, ദാറ്റ് ഈസ് ബൈ ഒബ്സർവിങ് സേഫ്റ്റി പ്രിക്കോഷൻസ്. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി. Okay, so the very first step to prevent accident is awareness and following safety rules procedure. Wearing safety equipment is important, but it comes after understanding and observing the safety precautions. ഇത്തരത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് തന്നെയാണ്, അല്ലെ? ആ ഒരു റൂൾസ്, സേഫ്റ്റി റൂൾസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ പ്രൊസീജിയർ ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അറിവ് വേണം. സോ അതിനുശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്, ഇത്തരത്തിൽ വർക്കിലേക്ക് പോകേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, സേഫ്റ്റി റൂൾസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. മറ്റൊരു ചോദ്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് പ്ലംബറിന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ പീരീഡ് റെഫേർഡ് ടു ആസ് ഗോൾഡൻ അവർ? ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ യെസ് ഗോൾഡൻ അവർ എന്നറിയപ്പെടുന്നത് സംശയമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് ദ പീരീഡ് റെഫേർഡ് ടു ആസ് എ ഗോൾഡൻ അവർ? ഗോൾഡൻ അവർ എന്നറിയപ്പെടുന്നത്, യെസ്, സംശയമൊന്നും വേണ്ട, നമുക്ക് ഇൻസിഡന്റ് അല്ലെങ്കിൽ നമ്മുടെ ആക്സിഡന്റ് അല്ലെങ്കിൽ ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ 30 മിനിറ്റ് വളരെ ക്രൂഷ്യലാണ്. അവർ എന്ന് പറയുമ്പോൾ അവിടെ മണിക്കൂർ അല്ല ഉദ്ദേശിക്കുന്നത്, അവിടെ ഇത്തരത്തിൽ ആദ്യത്തെ ആ ഒരു സമയമാണ് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് 30 മിനിറ്റ്സ് ആണ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സോ ആഫ്റ്റർ ഇൻസിഡന്റ്, അല്ലെ? ഇത്തരത്തിൽ ആദ്യത്തെ ഫസ്റ്റ് മിനിറ്റ് ആഫ്റ്റർ ഇൻസിഡന്റ്, ആ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഇൻസിഡന്റിന് ശേഷമുള്ള ആദ്യത്തെ 30 മിനിറ്റ് ആണ് അവർ, ഗോൾഡൻ അവർ എന്നറിയപ്പെടുന്നത്. ഈ സംശയമൊന്നും വേണ്ട, ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ഉത്തരം. എല്ലാവർക്കും കറക്റ്റ് തന്നെയാണ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. യെസ്, അപ്പൊ ഇവിടെ ഏകദേശം 5 ചോദ്യം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ ഒരു ഏരിയ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടി, അല്ലെ? യെസ്, ചോദ്യങ്ങളിലേക്ക് വരാം. വിച്ച് വൺ ദ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കംസ് അണ്ടർ PPE 7? PPE 7 എന്ന് പറയുന്നത് ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? യെസ്, which one the personal protective equipment comes under PPE 7? For PPE 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ നമുക്ക് എന്താണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പൊ അത്തരത്തിൽ എല്ലാവർക്കും ഉത്തരം കറക്റ്റ് ആണ്.
അപ്പൊ ഇത്തരത്തിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. PP1 അല്ലെങ്കിൽ PP2, PP7, 8. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ 7 എന്ന് പറയുന്നത് യെസ് ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരമായിട്ട് വരിക. യെസ്, ഇയർ പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ ഉത്തരം. ഇയർ പ്രൊട്ടക്ഷൻ. അപ്പൊ ഈ സേഫ്റ്റി, ഫുട് വാൾവ്, ഹെൽമെറ്റ്, ബെൽറ്റ് അല്ലെങ്കിൽ സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർനസ്, ഇതിനൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്താണ് PPs ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കേ, PP1 എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ്, PP1 എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ്. PP2 എന്ന് പറഞ്ഞാൽ എന്താണ്? സേഫ്റ്റി ഫുട്വെയർ അല്ലെ, ഗംബൂട്ട് അല്ലെങ്കിൽ സേഫ്റ്റി ഷൂസ്, ബൂട്ട്, അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും PP2 എന്ന് ഉദ്ദേശിക്കുന്നത്. PP3 എന്ന് പറയുന്നത് PP3യുടെ അണ്ടറിൽ വരുന്നുണ്ടാവുക റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഫോർ എക്സാമ്പിൾ നമ്മൾ മാസ്ക്, സിമ്പിൾ ആയിട്ടുള്ള നോക്കുന്നത് മാസ്ക് അല്ലെ. സോ അങ്ങനെയുള്ള മാസ്കുകൾ നമ്മൾ ഇത്തരത്തിൽ PP3 വരിക. അതുപോലെ തന്നെ PP4 എന്ന് പറയുന്നത് ആംസ് ആൻഡ് ഹാൻഡ് പ്രൊട്ടക്ഷൻ, ഗ്ലൗസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ PP4 വരുന്നുണ്ടാകും. അതുപോലെ തന്നെ ഐസുമായി ബന്ധപ്പെട്ട്, ഫേസുമായി ബന്ധപ്പെട്ട് ഗോഗിൾസ് അല്ലെങ്കിൽ ഹാൻഡ് ഷീൽഡുകൾ, അങ്ങനെയുള്ള എന്താണ് എക്യുപ്മെന്റ്സുകളൊക്കെ PP5 വരുന്നുണ്ടാകും. PP6 എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ആണ്. PP6 നമ്മൾ നേരത്തെ കണ്ട എപ്രോൺ, എപ്രോൺ എന്ന് പറയുന്നത് ഇത്തരത്തിൽ PP6 ആണെന്ന് ഓർത്തിരിക്കാം. PP7 എന്ന് പറയുന്നത് ഇയർ പ്രൊട്ടക്ഷൻ ആണ്. PP8 എന്ന് പറഞ്ഞ സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർനസ് ആണ്. ഓക്കെ, ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ടാരോ? അനൂപാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അത് അറിയാണ്ട് പറ്റിയതാണോ അനൂപെ? അപ്പോ ഇത്തരത്തിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് സ്റ്റാൻഡേർഡ് ഇത്തരത്തിൽ PP1 to 8, PP1 ഹെൽമെറ്റ്, 2 സേഫ്റ്റി ഫുട്വെയർ, 3 റെസ്പിറേറ്ററി, 4 ആംസ്, 5 ഐസ്, 6 എന്ന് പറയുന്നത് എപ്രോൺ, 7 എന്ന് പറയുന്നത് ഇയർ പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ ഇയർ ബഡുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇയർ പ്രൊട്ടക്ഷൻ. കമ്പനിയിലൊക്കെ വരുന്ന സമയത്ത് വളരെ വലിയ സൗണ്ടുകളൊക്കെ ഉണ്ടാവും. മെഷീനുമായി ബന്ധപ്പെട്ട് മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ നമുക്ക് അരോചകമായിട്ടുള്ള സൗണ്ട് ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നിന്നും നമ്മുടെ ഇയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഇയർ ബഡ്സുകളൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. PP8 നമ്മൾ ഫസ്റ്റിലെ കണ്ട സേഫ്റ്റി ബെൽറ്റ്, ഹാർനസ് ഒക്കെ PP8 കാറ്റഗറിയിൽ വരുന്നു. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മളുടെ 5 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഇതാവാൻ സാധ്യത കൂടുതലാണ്, മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്, നിബിൻ ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെ ഫൈൻ 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 ഫൈൻ. ഓക്കെ, അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. യെസ്, ഓക്കെ. ദ പ്രൈമറി അപ്രോച്ച് ഇൻ സേഫ്റ്റി. സേഫ്റ്റിയിലെ ഒരു പ്രൈമറി അപ്രോച്ച് എങ്ങനെയാണ്? ഗീവ് വർക്കേഴ്സ് PPE, എലിമിനേറ്റ് ദ ഹസാർഡ്, ഇൻക്രീസ് സൂപ്പർവിഷൻ, പ്രൊവൈഡ് ട്രെയിനിങ് ഓൺലി. അപ്പോ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ അല്ലെങ്കിൽ ഒരു പ്രൈമറി അപ്രോച്ച് എന്താണ് ബേസിക്കലി സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക? വർക്കേഴ്സിന് കൃത്യമായിട്ട് PPE കൊടുക്കുക എന്നാണോ? അല്ലെങ്കിൽ അവിടെയുള്ള ഹസാർഡ് എലിമിനേറ്റ് ചെയ്യുക എന്നതാണോ? അല്ലെങ്കിൽ സൂപ്പർവിഷൻ കൂട്ടുക എന്നുള്ളതാണോ? അല്ലെങ്കിൽ ട്രെയിനിങ് കൃത്യമായിട്ട് വർക്കേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണോ? എന്താണ് പ്രൈമറി അപ്രോച്ച് എന്ന് പറയുന്നത്? സംശയമൊന്നുമില്ല അല്ലെ, വളരെ ലോജിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ചില ചോദ്യങ്ങൾ ഇപ്പോൾ വരും. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ പ്രൈമറി അപ്രോച്ച് ഇൻ സേഫ്റ്റി, പ്രൈമറി സരിത്ത് ഓക്കെ റേസ് ചെയ്തിട്ടുണ്ട്, അറിയാണ്ട് പറ്റുന്നതായിരിക്കും അല്ലെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയാവും. അപ്പോൾ പ്രൈമറി അപ്രോച്ച് ഇൻ സേഫ്റ്റി ഈസ് ടു എലിമിനേറ്റ് ദ ഹസാർഡ് അല്ലെ. ഇത്തരത്തിൽ യെസ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്, എലിമിനേറ്റ് ദ ഹസാർഡ് ആണ് അല്ലെ. യെസ് യെസ്, എലിമിനേറ്റ് ദ ഹസാർഡ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സേഫ്റ്റി അപ്രോച്ച് എന്ന് പറയുന്നത്, സംശയമൊന്നുമില്ല. മറ്റൊരു ചോദ്യം നോക്കിയേ, എഞ്ചിനീയറിംഗ് കൺട്രോൾസ് ഡു നോട്ട് ഇൻക്ലൂഡ് design change, substitution, wearing gloves, mechanical handling. So എന്തായിരിക്കും? എഞ്ചിനീയറിംഗ് കൺട്രോൾസ് ഡു നോട്ട് ഇൻക്ലൂഡ്. അപ്പൊ ഇതിനകത്ത് ഒരെണ്ണം ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ബാക്കിയെല്ലാം ഇൻക്ലൂഡഡ് ആണ് അല്ലെ. ഡിസൈൻ ചേഞ്ച്, അപ്പൊ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ഡിസൈൻ ചേഞ്ച് ചെയ്യുന്നു, എഞ്ചിനീയറിംഗ് കൺട്രോൾ ആണ്. അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മറ്റൊരു മെഷീൻ നമ്മൾ അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നു, ഒരു പ്രോസസ്സിന് പകരമായിട്ട് മറ്റൊരു പ്രോസസ്, സബ്സ്റ്റിറ്റ്യൂഷൻ, അത് എഞ്ചിനീയറിംഗ് കൺട്രോൾസ് ആണ്. മെക്കാനിക്കൽ ഹാൻഡ്ലിംഗ്, അപ്പോൾ അത്തരത്തിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ്
ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മെക്കാനിക്കൽ ഡിവൈസസ് യൂസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഫോർക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ AGVs യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഹാൻഡ്ലിംഗ് ഡിവൈസസ് ഒക്കെ ഉണ്ട് അല്ലെ. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ ഇതെന്താണ്? വെയറിംഗ് ഗ്ലൗസസ്. അപ്പൊ വെയറിംഗ് ഗ്ലൗസ് എന്ന് പറയുന്നത് ബേസിക്കലി സേഫ്റ്റി റിലേറ്റഡ് ആണ് അല്ലെ. യെസ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി തന്നെയാണ്. മറ്റേ ചോദ്യം, PPE is required when? PPE is required when? എപ്പോഴാണ് PPE ആവശ്യമായി ഉള്ളത്? എപ്പോഴാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആവശ്യമായി വരുന്നത്? യെസ്. ഓപ്ഷൻ എ, hazard cannot be eliminated by engineering methods. ഓപ്ഷൻ ബി, വർക്കേഴ്സ് want extra comfort. അല്ലെ, എക്സ്ട്രാ കംഫോർട്ട് വേണം എന്ന് പറയുന്നത്. സി, പ്രൊഡക്ഷൻ സ്പീഡ് ഇൻക്രീസസ്. പ്രൊഡക്ഷൻ സ്പീഡ് കൂട്ടുന്ന സമയത്ത് PPEs കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓപ്ഷൻ ഡി, മെഷീൻസ് ആർ ന്യൂ. പുതിയ മെഷീൻസ് വരുമ്പോൾ PPEs വേണം എന്ന് പറയുന്നു. യെസ്, റൈറ്റ് ആൻസർ ആണ്. ഹസാർഡ് cannot be eliminated by engineering method. അല്ലെ, നമ്മുടെ ടെക്നോളജി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്യാൻ കഴിയാത്ത ഹസാർഡ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പ്രൊട്ടക്ഷൻ വേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് PPEs ആവശ്യം തന്നെയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം നോക്കിയേ. The Factories Act related to PPE was enacted in. എന്നാണ് ഈ ഫാക്ടറി ആക്ട് വരുന്നത്? എനാക്ട് ചെയ്തിരുന്നതാണ്. സോ ഫാക്ടറി ആക്ട് is related to PPE. It is related to safety അല്ലെങ്കിൽ PPE was enacted in. ഏത് വർഷമാണ് എന്നുള്ളതാണ് ചോദ്യം. 1980, 1960, 1948, 1990. യെസ്, ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട്. 50 ആണോ 60 ആണോ 48 ആണോ എന്നൊക്കെയാണ് കൂടുതലും സംശയം. യെസ്. അപ്പൊ ഇവിടെ ഫാക്ടറീസ് ആക്ട് 1948 അങ്ങനെ പഠിച്ചോളൂ. ഫാക്ടറീസ് ആക്ട് 1948. അപ്പോ എന്താണ് ഉത്തരം? ഫാക്ടറീസ് ആക്ട് 1948. ഇത് കാണാൻ പഠിച്ചാൽ മതി. 1948 അല്ലെ. അപ്പോ ഇത്തരത്തിൽ 1948 ഫാക്ടറീസ് ആക്ട് വരുന്നത്. ഓക്കെ, അതിനുശേഷം അമെൻമെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നും നമുക്ക് നോക്കണ്ട. തുടക്കത്തിൽ വന്നത് എന്നാണ്? ഫാക്ടറീസ് ആക്ട് 1948 ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. ഈ ഫാക്ടറീസ് ആക്ട് എന്തിനാണ് കൊണ്ടുവരുന്നത്? അപ്പൊ നമ്മളുടെ ഇന്ത്യയിലുള്ള ഫാക്ടറീസിൽ ഇത്തരത്തിൽ വളരെയധികം തൊഴിലാളികൾക്ക് കുറേയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു തുടക്ക കാലഘട്ടങ്ങളിൽ. അപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള ലൈഫ് സേവിങ് എക്യുപ്മെന്റ്സുകൾ അവിടെ നിന്ന് ഉണ്ടായിരുന്നില്ല, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ടൈമിങ്സ് ഉണ്ടായിരുന്നില്ല, വേജസ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ ലേബർ കോഡൊക്കെ വന്നിട്ടുണ്ടല്ലേ. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ ലേബർ കോഡൊക്കെ പുതുതായിട്ട് വന്നു. അപ്പൊ അതൊക്കെ ഇത്തരത്തിൽ നമ്മളുടെ ഈ പറയുന്ന വർക്കേഴ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ പുതിയ ലേബർ കോഡൊക്കെ നമ്മൾ വന്നതായിട്ട് കണ്ടു. യെസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫാക്ടറി ആക്ട് 1948 ആണെന്നും ഈ ആക്ട് എന്തിനാണ്? സോ ഇറ്റ് ഡീൽസ് വിത്ത് വേരിയസ് പ്രോബ്ലംസ് കൺസേണിങ് സേഫ്റ്റി, ഹെൽത്ത്, എഫിഷ്യൻസി ആൻഡ് വെൽ ബീയിങ് ഓഫ് പേഴ്സൺ അറ്റ് വർക്ക് പ്ലേസ്. അത്തരത്തിൽ ജോലി സ്ഥലത്ത് ഒരു വർക്കറിന് ആവശ്യമായിട്ടുള്ള സേഫ്റ്റി ഉണ്ട്, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ എഫിഷ്യൻസി നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വെൽനെസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അവിടെയുള്ള പ്രശ്നങ്ങൾ അതിനെ ഒഴിവാക്കുന്നതിനായിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഫാക്ടറി ആക്ട് 1948 എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്താണ്, ഏത് വർഷം, എന്തിനാണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. ദാറ്റ് ഈസ് ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഇൻ ഫാക്ടറീസ് ആൻഡ് ഡോക്സ് ഇൻ ഇന്ത്യ. അത് ഇന്ത്യയിലുള്ള ഫാക്ടറീസിലും ഡോക്കുകളിലും ഒക്കെ ഇത്തരത്തിൽ ആ ഒരു ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അതുമായി ബന്ധപ്പെട്ടാണ് ഫാക്ടറീസ് ആക്ട് കൊണ്ടുവന്നത് 1948. ഓക്കെ, അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ ആണോ? ചോദ്യങ്ങളൊക്കെ ഓക്കെ ആണോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? യെസ്. ഓക്കെ എൻഗാർ, അതുപോലെ മുബാറക്ക്, എല്ലാവർക്കും ഓക്കെ. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. വളരെ സിമ്പിൾ ചോദ്യം. ഓക്കെ, ദ ഫുൾ ഫോം ഓഫ് ISO നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ. ISO 9000. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാവരും. എന്താണ് ഈ ISO എന്ന് പറയുന്നത്? ഇന്റർനാഷണൽ സേഫ്റ്റി ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ. ഓപ്ഷൻ ഡി, ഇന്റർനാഷണൽ സിസ്റ്റം ഓർഡർ. യെസ്, ശങ്കർ ഉത്തരം പറഞ്ഞു, മുബാറക്ക് പറഞ്ഞിട്ടുണ്ട്. സംശയമൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും അതിനെ കുറിച്ച് ഐഡിയ ഉണ്ടല്ലേ.
ISO നമ്മളിപ്പോൾ ഇത്തരത്തിൽ മീറ്റർ റീഡർ ആകുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ ISO സർട്ടിഫിക്കേഷനുള്ള മീറ്ററുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമുക്ക് ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റി ആണെന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അനുവദിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്താണ് ഇത്തരത്തിൽ മീറ്ററുകൾ അല്ലെങ്കിൽ വാട്ടർ ഫ്ലോ മീറ്ററുകളുണ്ട്, അല്ലെങ്കിൽ ബൾക്ക് മീറ്ററുകളുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് സർട്ടിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ, അപ്പൊ ആ സ്റ്റാൻഡേർഡ് ഒക്കെ ഇത്തരത്തിൽ ISO അല്ലെങ്കിൽ IS പ്രകാരമാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അത്തരത്തിൽ സ്റ്റാൻഡേർഡൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ISO എന്ന് ഉദ്ദേശിക്കുന്നത് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി തന്നെയാണ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ. സംശയമൊന്നും വേണ്ട, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ. മിക്കപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടാവുക, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ആണോ എന്നുള്ളൊരു സംശയം വരും. അപ്പൊ അതല്ല എന്നുള്ളത്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അത് അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നു, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. അഥവാ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാകും, കൃത്യമായിട്ട് അതിലൂടെ കടന്നു പോയാൽ മതി. ഓക്കെ ഓക്കെ, ഫൈൻ, മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഓപ്ഷൻ സി ആണ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ISO എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. മറ്റൊരു ചോദ്യം, ഓക്കെ, ഹോട്ട് സ്പാറ്റേഴ്സ് ഇൻ മെറ്റൽ വർക്കിംഗ് മെയിൻലി റിക്വയർസ് വിച്ച് PPE? അതായത് ചൂടായിട്ടുള്ള ഹോട്ടായിട്ടുള്ള സ്പാറ്റേഴ്സ് ഉണ്ട്, ചെറിയ 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 പൊടികൾ. നമ്മളിപ്പോ വെൽഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മെറ്റൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ചിപ്പ് അല്ലെങ്കിൽ പൊടി, അതായത് വളരെ ചെറിയ ഫൈൻ പാർട്ടിക്കിൾസ് ആയിരിക്കും, വളരെ നല്ല രീതിയിൽ ചൂടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ വളരെ ചൂടായിട്ടുള്ള ഇത്തരത്തിൽ സ്പാറ്റേഴ്സുകൾ പ്രധാനമായിട്ടും നമ്മൾ ഏത് PPE വെച്ചാണ് തടയുന്നത്? യെസ്, അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ലെയ്ത്തിൽ വർക്ക് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ ചെറിയ ചെറിയ സ്പാറ്റേഴ്സ് നമ്മളുടെ കാലിലേക്കൊക്കെ തെറിച്ചു വീഴാറുണ്ട് പലപ്പോഴും. നമ്മൾ ലെയ്ത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള മെഷീൻസുകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ലെഗ് ഗാർഡുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. യെസ്, അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ഹോട്ട് സ്പാറ്റേഴ്സ്, മെറ്റൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹോട്ട് സ്പാറ്റേഴ്സ് വന്ന് നമ്മുടെ കാലിലേക്ക് അല്ലെങ്കിൽ മുട്ടിന് താഴെയുള്ള പോർഷനിലേക്ക് വീഴാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് എന്ത് യൂസ് ചെയ്യണം? ലെതർ ലെഗ് ഗാർഡുകൾ യൂസ് ചെയ്യണം. ലെതർ ലെഗ് ഗാർഡുകൾ യൂസ് ചെയ്യണം. വെൽഡിംഗ് ഗോഗിൾസ് എന്ന് പറയുന്ന വെൽഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കണ്ണട പോലെ കാണുന്ന സാധനം ഉണ്ടോ അല്ലെ, അതിനാണ് ഗോഗിൾസ് എന്ന് പറയുന്നത്. മാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മാസ്ക് ആണ്. ഗം ബൂട്ട് എന്ന് പറയുന്നത് അത്തരത്തിൽ ഹീറ്റ് ആയിട്ടുള്ള പോർഷനിലൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബൂട്ടുകളാണ് ബേസിക്കലി അല്ലെ. കാലിന് കൃത്യമായിട്ട് അവിടെ എന്താണ് സേഫ് ആയി നമ്മളെ സഹായിക്കുന്നതാണ് ഗം ബൂട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ഇവിടെ ഇത്തരത്തിൽ ഹോട്ട് സ്പാറ്റേഴ്സ് കാരണം ഉണ്ടാകുന്ന എന്താണ് പൊടികളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മളെ കല്ലിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ലെതർ ലെഗ് ഗാർഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മളുടെ ലെഗ് ഗാർഡ്സുകൾ എന്ന് പറയുന്നത്. സോ അതിനോടൊപ്പം തന്നെ സേഫ്റ്റി ഷൂ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, സേഫ്റ്റി ഷൂ വിത്ത് ലെഗ് ഗാർഡ്. ഗംബൂട്ട് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ബൂട്ട് ഏകദേശം ഇതുപോലെ തന്നെയാണ് ഗംബൂട്ടും നമുക്ക് സാധാരണ കഴിയുന്നുണ്ടാവാം. എന്നാൽ ഇത്തരത്തിൽ ചെറിയ ചെറിയ വർക്കുകൾക്കൊക്കെ മെറ്റൽ ഹോട്ട് സ്പാറ്റേഴ്സിനൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ ലെതർ ലെഗ് ഗാർഡ് ആൻഡ് സേഫ്റ്റി ഷൂസ് ആണ് പ്രധാനമായിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും.